ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചതിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് സ്വർണം വേർതിരിച്ചത്. വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ ഒരു പങ്ക് പങ്കജ് ഭണ്ഡാരി കൈക്കലാക്കി. ഇതിന് തത്തുല്യമായ 109 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വീണ്ടെടുത്തെന്നും SIT കോടതിയെ അറിയിച്ചു. നിർണായക വിവരങ്ങളടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റു പ്രതികൾ നടത്തിയ ഗൂഢാലോചനക്കൊടുവിലാണ് ശബരിമലയിലെ സ്വർണം വേർതിരിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. കേസിൽ പുതുതായി പ്രതി ചേർത്ത സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ ചേർന്ന് സ്വർണം വേർതിരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. അതിന്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ചാണ് ദ്വാരപാലക പാളികളിലെയും കട്ടിളപ്പാളിയിലെയും സന്നിധാനത്തെ മറ്റുരുപ്പടികളിലെയും സ്വർണം വേർതിരിച്ചത്. ഇങ്ങനെ വേർതിരിച്ച 989 ഗ്രാം സ്വർണത്തിൽ 474 ഗ്രാം പങ്കജ് ഭണ്ഡാരിയുടെ നിർദ്ദേശപ്രകാരം ഗോവർദ്ധന് നൽകിയതായി കൽപേഷ് എന്നയാൾ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് ഈ സ്വർണം ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് SIT വീണ്ടെടുത്തു. തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ പരിശോധനയിലാണ് 109 ഗ്രാം സ്വർണം വീണ്ടെടുത്തത്. വേർതിരിച്ച സ്വർണത്തിന് തത്തുല്യമായ സ്വർണമാണിതെന്ന് SIT കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. കുറ്റകരമായ ഗൂഢാലോചനയാണ് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവർ നടത്തിയതെന്നും SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.